നമ്മളിപ്പോൾ ഉള്ളത് ചാലക്കുടി ബസ് സ്റ്റാൻഡിലാണ്. അമ്മ നമസ്കാരം. എവിടെ പോണ് രാവിലെ? ആശുപത്രി പോയതാ. ഏതാശുപത്രി? ഗവൺമെന്റ് ആശുപത്രി. ഗവൺമെന്റ് ആശുപത്രി. എന്താ പ്രശ്നം? എല്ലിലാകെ തേമാറാ. എല്ലിന് തേയ്മാനം. ചെറിയ തേയ്മാനല്ലേ ഉള്ളൂ? ചെറുതല്ല വലുതല്ല. എത്ര വയസ്സായി ഇപ്പോ? 73. 83. 73 വയസ്സല്ലേ ആയിട്ടുള്ളൂ. വലിയ തേയ്മാനം. വേദനയുണ്ട് അല്ലേ? നല്ല വേദനയുണ്ട്. അത് ചെറുപ്പം തുടങ്ങിയ ഭയങ്കര പണിയായിരുന്നു. ആ പണികളൊക്കെ എന്ത് പണിയെടുത്തിരുന്നു ചെറുപ്പകാലത്ത്? കൃഷിപ്പണിയും പിന്നെ ഈ പാറമണിയിൽ പോയി, പിന്നെ കൃഷിപ്പണി എടുത്തു, പാറപ്പണിക്ക് പോയി, പിന്നെ റോഡിലെ പണിക്ക് പോകും, പിന്നെ വണ്ടിയിൽ മണ്ണ് നിറയ്ക്കാൻ പോകും, അങ്ങനെ പല പണികൾക്കും പോയിട്ട് പണി ഒന്നുമില്ല. അമ്മയുടെ പേരെന്താ? അന്നു. അമ്മയുടെ പേരെന്താ? ലിസി. ലിസി. അടുത്തോട്ട് എന്താണ്? അപ്പം എവിടെ വീട്? വീട് കൊയ്നൂര്. കൊയ്നൂര്. ചേട്ടൻ എന്ത് ചെയ്യുന്നു? ചേട്ടല്ല, ഞാൻ ഒറ്റയ്ക്കുള്ള ആളാ. ഒറ്റയ്ക്കേ ഉള്ളൂ. കല്യാണം കഴിച്ചില്ല? എന്താ കല്യാണം കഴിക്കാൻ? വേണ്ടാന്ന് വെച്ചു. ആണോ? കല്യാണം കഴിക്കാൻ ഇഷ്ടമുണ്ടായില്ല. കല്യാണം കഴിക്കാൻ ഇഷ്ടമുണ്ടായില്ല അല്ലേ? ആരെയും കണ്ടെത്തിയില്ലേ? കണ്ടെത്തായിട്ടല്ല, വേണ്ടാഞ്ഞിട്ടാണ്. ചെറുപ്പക്കാലത്ത് ആരെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടോ ഇഷ്ടമാണെന്ന്? ഇല്ല. അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിക്കില്ല. ഇല്ല. കല്യാണക്കാര് വന്നു, ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. കല്യാണം കഴിക്കാൻ വേണ്ടെന്ന് പറഞ്ഞു. ആണോ? ചേച്ചിക്ക് ഇഷ്ടമല്ല കല്യാണം? എനിക്കിഷ്ടല്ലേ. ആള് കഴിച്ചതാണ്. 2 മക്കളുണ്ട്. 2 മക്കളുണ്ട്. അപ്പൊ ഈ ചേച്ചി കല്യാണം കഴിച്ച് മക്കളോടൊക്കെ ജീവിക്കുമ്പോൾ ആ തീരുമാനം തെറ്റാണെന്ന് ഇപ്പൊ തോന്നുന്നുണ്ടോ? ഇല്ല, എനിക്ക് തോന്നില്ല. ഈ ആശുപത്രി പോകാനൊക്കെ ഈ ചേച്ചിയുടെ കൈ പിടിച്ചല്ലേ വരുന്നത്? അപ്പൊ കൈ പിടിച്ചു ഞാൻ ഒറ്റയ്ക്ക് പോകും. ഞാൻ കൂടെ വന്നപ്പോ ആളെ വീട്ടിലാരാ ഉള്ളത് അന്നേരം? വീട്ടിലും ഞാനും എന്റെ ചേച്ചിയുണ്ട്. ചേച്ചിയുടെ കൂടെയാണ്? ചേച്ചി കല്യാണം കഴിച്ചില്ല. ഞങ്ങൾ 2 പേരും. ചേച്ചി കല്യാണം കഴിച്ചിട്ടില്ല? 2 പേരും കല്യാണം കഴിച്ചിട്ടില്ല? 2 പേർക്കും കല്യാണം വേണ്ട. അപ്പൊ നിങ്ങൾ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിക്കും, ഭക്ഷണമൊക്കെ വെച്ച് കഴിക്കും. എന്നാലും കുട്ടികളും ഒക്കെ ഒരു കുടുംബം അങ്ങനെ ഒന്നും ആലോചിച്ചിട്ടില്ല അല്ലേ? ഒറ്റയ്ക്ക് ജീവിക്കാൻ ആണോ? അതെന്താ അങ്ങനെ തീരുമാനം എടുത്തത്? അതങ്ങനെ പണ്ടൊക്കെ ഈ കാരണന്മാര് എപ്പോഴും തല്ലിടലും കുടിച്ചു വന്നു കഴിഞ്ഞ ബഹളം, അയൽക്കത്തെ അമ്മമാരും പിള്ളേരും ഓടലും അതൊക്കെ കണ്ടു വന്നപ്പോ ആ പരിപാടി വേണം. കുടുംബ പരിപാടിയിൽ വലിയ സന്തോഷം ഇല്ലാതെ മനസ്സിലായി. അത് മനസ്സിലായി അല്ലേ? ഈ അടിയും കൂടാണെങ്കിൽ പിന്നെ കല്യാണം ജീവിച്ചാ പോലെ. അതാണ് അങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാന്ന് വെച്ചാൽ. പിന്നെ വീട്ടില് ഞങ്ങള് 2 പേരും മൂത്തത്. ഞങ്ങള് 4 പെണ്ണും ഒരാണായിരുന്നു. പിന്നെ അപ്പനും അമ്മേനൊക്കെ പിന്നെ വീട്ടിലെ ഇളയപ്പൻ്റെ കൂട്ടരും വലിയപ്പൻ്റെ കൂട്ടരൊക്കെ തിരി പണക്കത്തില്ല. അപ്പൊ ഞങ്ങളൊക്കെ കഴിച്ചു കഴിയുമ്പോ അപ്പനൊരു കൂട്ടുകാരില്ലോ എന്ന് മേടിച്ചിട്ട് അങ്ങനെ നിന്നു. ആണല്ലേ? സന്തോഷമാണ് ഇപ്പോ. സന്തോഷമാണ്. ആണല്ലേ? എന്റെ അമ്മൂമ്മയുടെ ഒക്കെ ഒരു പ്രായത്തിലാണ് ചേച്ചി നിൽക്കുന്നത്. കാണുമ്പോൾ വലിയ സന്തോഷം. എന്നാലും ഈ അസുഖം വരുമ്പോഴൊക്കെ എന്നാലും ഒരാളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നുന്നു. ഇല്ല, ഒരു തോന്നില്ല. അങ്ങനെ പറ്റാവുന്നോട്ടോളം നടക്കാം, അത്രേ ഉള്ളൂ. ആണല്ലേ? ഈ കിടപ്പിലായി പോയി എന്ത് ചെയ്യും? ആ കിടക്കിൽ പോയി വേണ്ട ആൾക്കാരുണ്ടോ? എവിടെങ്കിലും ആരെങ്കിലും ഒരാൾ വിളിച്ച് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് നോക്കാലോ. ആണോ? പെൻഷൻ കിട്ടുന്നുണ്ടോ? പെൻഷൻ കിട്ടും. ഇപ്പൊ 5-6 മാസമായിട്ട് കിട്ടണല്ലോ. അപ്പൊ പണിക്ക് പോകുന്നില്ലല്ലോ? പണിക്കൊന്നും പോയിട്ട് കുറെ കൊല്ലങ്ങളായി. ഇപ്പൊ സ്വന്തം കാര്യം നോക്കാൻ പറ്റുള്ളൂ. പിന്നെ അതിന്റെ പണിക്ക് പോകണം അല്ലേ? ചേച്ചിയുടെ പേരെന്താ? റോസി. തെരഞ്ഞെടുപ്പിലൊക്കെ വോട്ട് ചെയ്യാൻ പോറണ്ട? ആർക്കാണ് വോട്ട് പറയണ്ട, ആർക്കാണ് വോട്ടെന്ന് പറയണ്ട. പക്ഷെ സാധ്യത ആർക്കാ ജയിക്കാൻ? അറിയില്ല. വോട്ടിടാൻ പോവോ? എല്ലാ വർഷവും വോട്ട് ചെയ്യാൻ പോകും. പാറപ്പണി എടുത്ത്, കൃഷിപ്പണി എടുത്ത് അല്ലെ, എല്ലാ പണികളും ചെയ്ത് എത്ര കുറെ വർഷം പണിയെടുത്തുണ്ടാവും അല്ലേ? അല്ലേ? തീരെ കുഞ്ഞത്ത് പണി പണിയുണ്ട്. അന്ന് കഞ്ഞൊന്നും കുടിക്കാൻ കിട്ടാനില്ല. ഈ പണി മാത്രമല്ല. ഇപ്പൊ തന്നെ കിട്ടി കഴിഞ്ഞാൽ കുടിക്കാൻ പറ്റാനില്ല. ആണല്ലേ? അത് ശരിയായിട്ടോ. ഒന്ന് ആലോചിച്ച് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു ചേച്ചിയും അനിയത്തിയുമാണ്. അപ്പൊ ചേച്ചിയുടെ പേരെന്താന്ന് പറഞ്ഞേ? ചേച്ചിയുടെ റോസി. ചേച്ചിക്ക് എല്ല് തേയ്മാനം ഉണ്ടോ? അങ്ങനെ വല്ലതും ഉണ്ടോ? ആൾക്ക് ഈ ഇതിന്റെ കഫകെട്ടിന്റെയും പിന്നെ എല്ല് തേയ്മാനം ആൾക്കുണ്ട്. ആൾക്കും വരുന്ന സ്ഥിരം മടങ്ങാണ്ട് ഓരോ നമ്മുടെ ഗുളിക. ആണോ? ടി വി ഒക്കെ കാണുമോ നിങ്ങള്? TV കാണും. സിനിമ സീരിയലൊക്കെ കാണുമോ? സീരിയലൊന്നുമില്ല. ടിവിയില് കൂട്ടുന്ന ചാനലൊന്നുമില്ല. പ്രാർത്ഥന കാര്യങ്ങളൊക്കെ. പള്ളിയിലൊക്കെ പോവും. വിശ്വാസിയാണ്? പള്ളിയിൽ പോകും അല്ലേ? അപ്പോൾ ഓക്കെ. അപ്പോൾ ആരോഗ്യം മെച്ചമായിട്ടിരിക്കട്ടെ. പെൻഷൻ എത്രയും പെട്ടെന്ന് കിട്ടട്ടെ എന്ന് അമ്മയ്ക്ക് വേണ്ടി കൂടി നമ്മൾ പ്രാർത്ഥിക്കുക. അതല്ലേ പറ്റൂ അല്ലേ? അപ്പോൾ സന്തോഷമായിട്ടിരിക്കും കേട്ടോ. ഓക്കെ. അപ്പോൾ അമ്മയുടെ പേര് എന്താന്ന് പറഞ്ഞത്? അന്നു അമ്മയ്ക്കൊപ്പമാണ് നമ്മൾ ചേർന്നത്. ഒരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്നില്ലേ? ഒറ്റയ്ക്ക് ജീവിക്കാനുള്ളൊരു ധൈര്യം, ആ ഒരു കോൺഫിഡൻസ് അല്ലേ? എല്ല് തേയ്മാനം എപ്പോഴും ചിരിച്ചുകൊണ്ടുള്ളൊരു വർത്തമാനം, അത് മതി അമ്മ. ഇന്നത്തെ ദിവസം ഞങ്ങൾ ഹാപ്പിയായി. താങ്ക് യു. ഇത് നമ്മൾ ലൈവിൽ നാട്ടുകാർ കണ്ടോണ്ടിരിക്കുക. അമ്മ മുഴുവൻ കണ്ടു കേട്ടോ. കുഴപ്പമില്ല. അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ നാണം വന്നു. അപ്പം അമ്മയുടെ ഒരു ചെറിയ നുണക്കുഴി നോക്കിയേ. ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ ആരും ഇഷ്ടമില്ലാന്ന് പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. അന്ന് ഇഷ്ടമില്ലാന്ന് പറഞ്ഞില്ലല്ലോ. എനിക്ക് ഇഷ്ടമില്ലാണ്ടല്ലേ? അങ്ങനെയാണല്ലേ? അങ്ങനെ ഇഷ്ടമാണെന്ന് പറഞ്ഞ ആരെങ്കിലും വന്നിരുന്നോ? അവരെന്താ വന്ന് പറഞ്ഞത്? കുട്ടിന്ന് വിളിച്ചില്ല. വന്ന് ഇങ്ങനെ ഒരു കാര്യം നടത്തി തരാമോന്ന് ചോദിച്ചു. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ അയാൾക്ക് സങ്കടം ഉണ്ടാവും. അയാളിപ്പോ എവിടെയുള്ളതെന്ന് അറിയോ? ആള് മരിച്ചുപോയി. അപ്പൊ അതാണ് അന്നക്കുട്ടി അമ്മയുടെ കഥ. ചേച്ചി സുഖമല്ലേ എല്ലാവർക്കും? ഓക്കെ, സന്തോഷമാണ്. അപ്പോൾ നമുക്കൊരു ചെറിയ ഇടവേള പോയിട്ട് വരാം. അപ്പോൾ ഈ കഥയിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ട് നിങ്ങളും ജീവിക്കൂ അല്ലേ? അത് നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് പോകാം. ഇടവേള കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. NDA സ്ഥാനാർത്ഥി നമ്മളെ കാത്തു നിൽക്കുന്നു ചാലക്കുടി ബസ് സ്റ്റാൻഡ്.